Good morning, Miss. Good morning, Miss. Good morning, ma'am. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എളുപ്പമായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. നന്നായിരുന്നു. നന്നായിരുന്നു. അത് എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു. എല്ലാവർക്കും എളുപ്പമായിരുന്നു അല്ലേ? ഇനി നമ്മള് 3rd and 4th മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്യാൻ പോണേന് അല്ലെ? നമ്മളെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ 1ഉം 2ഉം മൊഡ്യൂള് പോലെയില്ല. 3rd, 4th നന്നായിട്ട് പഠിക്കാനുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പോകുമെന്ന് തോന്നാം. എന്താണ് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾസിലൊക്കെ ഒരു 5-6 പേജ് അല്ലെങ്കിൽ 1-2 പേജ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? അപ്പോ ഇതില് 3rd, 4th മൊഡ്യൂളിൽ ചാപ്റ്റേഴ്സ് ലെങ്തി ആണ്. പിന്നെ ബോറിംഗ് തോന്നുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടാവാം. അതൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അന്നാന്ന് എടുക്കുന്ന ചാപ്റ്റേഴ്സ് അന്നാന്ന് തന്നെ പഠിച്ച് പോവാനായിട്ട് ശ്രമിക്കുക. മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ റെക്കോർഡിംഗ് ക്ലാസ് ഒന്നും വിട്ടു പോകരുത്. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡിംഗ് ക്ലാസ് കണ്ടതിന് ശേഷം മാത്രമായിരിക്കണം അടുത്ത ക്ലാസ്സിൽ ഇരിക്കേണ്ടത്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, മനസ്സിലാവില്ല. മാം, ഒരു ഡൗട്ട്. നമ്മുടെ ഈ മെയിൻ എക്സാമിനില്ലേ, ഈ എത്ര മാർക്കിനാ എക്സാം? 100-ന് തന്നെയാണോ അതോ 100 മെയിൻ എക്സാം? പിന്നെ അപ്പൊ എക്സാം ആണേല് മോഡ്യൂള് ഓരോ മോഡ്യൂളായിട്ടാണോ നടത്തുന്നത് അതോ മെയിൻ എക്സാമിന് 1ഉം 2ഉം മോഡ്യൂളായിട്ട് ഒരുമിച്ചാണോ? ഒരു മൊഡ്യൂൾ ആയിരിക്കാം. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞില്ലേ? സാറ് പറഞ്ഞില്ലേ? ഇല്ല, അത് പറഞ്ഞില്ലായിരുന്നു. പറഞ്ഞാണോ? പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. സാറ് പറയൂ കേട്ടോ. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ അർജുനുണ്ടെങ്കിൽ സാറിനോട് ചോദിച്ചാൽ മതി. ഓക്കെ, നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലെ? 3rd മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇത്, ഡിസ്ചാർജ് പ്രോസസ്. ഓക്കെ, എന്തായിരിക്കാം ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല്? എന്താണ് മീനിങ് വരുന്നത് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം ഡിസ്ചാർജ്? എന്താണ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല്? അറിയില്ല. ഹോസ്പിറ്റലിൽ പേഷ്യന്റ് റിക്കവർ ആയി പോകുന്നത് അല്ലെ? ലീവ് ചെയ്ത് പോകുന്നത്, ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത്. ഓക്കെ, വെരി ഗുഡ്. അത്തരത്തിലുള്ള കാര്യമാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് അല്ലെ? ഒരു പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റ് അഡ്മിറ്റ് ആകണം എന്ന് പറയുന്നു അല്ലെ? ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ എന്താണ്, ചിലപ്പോ അഡ്മിറ്റ് ആവേണ്ട സ്ഥിതിയിൽ അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ആക്കുന്നു. അഡ്മിറ്റ് ആക്കി നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ അവർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ബെറ്റർ ആയി കഴിഞ്ഞു, ഒക്കെയാണ് എന്ന് കണ്ടാൽ എന്ത് ചെയ്യുന്നുണ്ട്? അവര് ഡിസ്ചാർജ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. Discharge from hospital is the formal release of patients from a hospital after a reducer of the course of treatment. Sorry, procedure of a course of treatment. അപ്പൊ എന്താ പറയുന്നത്? ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫോർമൽ റിലീസ് ആണ് അല്ലെ? എന്താണ് ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഫോർമൽ മീനിങ് എന്താ? ഫോർമൽ എന്തായിരിക്കാം മീനിങ്? ഫോർമൽ എന്താ മീനിങ് വരുന്നത്? ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്?
ഔദ്യോഗികം. ഓക്കെ, ഔപചാരികമായ അല്ലെ, ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഔപചാരികമായിട്ടുള്ള ഒരു റിലീസ്, മോചനമാണ് അല്ലെ. പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വന്ന് അവർക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുത്ത് അവരുടെ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് അത് കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യുന്നുണ്ട്, ഔപചാരികമായിട്ട് രോഗികൾക്ക് ഒരു ഫോർമൽ റിലീസ് അല്ലെ, ഔപചാരികമായിട്ട് ഒരു മോചനം കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തേ, ഡിസ്ചാർജ് ഫ്രം ഹോസ്പിറ്റൽ ഈസ് ദ ഫോർമൽ റിലീസ് of patients from a hospital after the procedure of a course of treatment. A discharge happens whenever a patient leaves hospital on the completion of treatment, signing out against medical advice, transferring to another healthcare institution, or on death. എങ്ങനെയെല്ലാം രോഗികൾക്ക് ഡിസ്ചാർജ് കൊടുക്കുന്നുണ്ട്, ഏതെല്ലാം രീതിയിലാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് കൊടുക്കുന്നത്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? പേഷ്യന്റ് ലീവ്സ് ഹോസ്പിറ്റൽ ഓൺ ദി കംപ്ലീഷൻ ഓഫ് ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു രോഗി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി, അദ്ദേഹത്തിന്റെ ഹെൽത്ത് ബെറ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കൊടുക്കുന്നുണ്ട്? ഡിസ്ചാർജ് കൊടുക്കുന്നുണ്ട്. അതാണ് പറയുന്നത് patient leaves hospital on the completion of treatment. ഇനി അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? signing out against medical advice. Okay, signing out against medical advice. ഈ പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെ സാമ്യമുള്ള പേരുകള് വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും? ഓർക്കുന്നുണ്ടോ നിങ്ങള്? സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എവിടെയാണ് മോളെ നമ്മൾ പഠിച്ചത്? ഏത് പേരാണെന്ന് ഓർക്കുന്നുണ്ടോ? AMA. പിന്നെ എവിടെയെങ്കിലും പിന്നെ വേറെ ഏതാ നമ്മൾ പഠിച്ചേക്കണേ? ഫസ്റ്റ് മൊഡ്യൂളില് പഠിച്ചിട്ടുണ്ട് നമ്മള് ആക്സിഡന്റ് ആൻഡ് എമർജൻസി, ആംബുലൻസ് സർവീസിൽ പഠിച്ചിട്ടുണ്ട്. ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിൽ പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ഓർക്കുന്നുണ്ടോ? ഏത് പേഷ്യൻസിന്റെ കാര്യം അവിടെ പറയുന്നത്? ഒരു പോയിന്റില് പേര് കിട്ടാനാണ് മിസ് നോക്കിയിരിക്കുന്നത് കേട്ടോ. സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, SAMA. അതാണ് അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത്. നിങ്ങള് എന്താണ് ലാമ അല്ലെങ്കിൽ ഡാമ പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? DAMA ഓർമ്മ വരുന്നല്ലേ? ഓക്കെ, ഓക്കെ. സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം കൺസെപ്റ്റ്, ഡാമയുടെ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. എന്താണ് ഡാമ പേഷ്യൻസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? ഡാമ ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എന്താണ് അങ്ങനെ പറഞ്ഞാല്? ഡാമ, അതിന്റെ കൺസെപ്റ്റ് എന്താണ്? ഡാമ പേഷ്യൻസ് എന്ന് പറഞ്ഞാല് സ്വന്തം ഇഷ്ടപ്രകാരം അവര് പോകുന്നതല്ലേ? ഓക്കെ, എന്താണ് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെ? ഡോക്ടേഴ്സിന്റെ ഡോക്ടേഴ്സ് എന്താണ് ഡിസ്ചാർജ് സമ്മതിക്കാതെ അല്ലെ, ഡോക്ടർ ഡിസ്ചാർജ് കൊടുക്കാതെ പേഷ്യൻസിന് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഡോക്ടേഴ്സിന്റെ അടുത്ത് നിന്ന് എന്താണ് ഡിസ്ചാർജ് വാങ്ങി പോകുന്നത്. അതാണ് എന്ത് ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെയിം കൺസെപ്റ്റ് ആണ് എന്ത് SAMA, സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ.
ഓക്കെ, സമ പേഷ്യൻസ് എന്ന് പറഞ്ഞാലും ഗാമ പേഷ്യൻസ് എന്ന് പറഞ്ഞാലും. ഇനി ലാമ പഠിച്ചിട്ടുണ്ട് നമ്മള് ഇല്ലേ? ലാമ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി പറയണോ സൈനിങ് ഔട്ട് അഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്? അവിടെ എന്താണ്? പേഷ്യൻസ് നിർബന്ധപൂർവ്വം എന്താണ് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഇവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സമ്മതപത്രം അല്ലെ, കൺസെന്റ് ഫോം സൈൻ ചെയ്യിപ്പിച്ചിട്ടാണ് വിടുന്നത് അല്ലെ, വീട്ടിലേക്ക് വിടുന്നത്. എന്താണ് അതിൽ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കൺസെപ്റ്റ് ആണ് അതിൽ പറയുന്നത്? ആ സമ്മതപത്രത്തില് പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഉത്തരവാദികളല്ല എന്നാ പറയുന്നത്? ഹോസ്പിറ്റലുകാര് ഉത്തരവാദികളല്ല. ഓക്കെ, അതാണ് സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അപ്പൊ അങ്ങനെയും ഡിസ്ചാർജ് കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്? ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്തായിരിക്കാം? എന്തായിരിക്കാം അത്? ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്തായിരിക്കാം? ഇപ്പൊ നമ്മൾ കാണിച്ച ഹോസ്പിറ്റലിൽ അധികം ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ആരോഗ്യ ചികിത്സിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് കൊടുക്കും അല്ലെ? ഓക്കെ, അതെന്താണ്? അതും ഒരു ഡിസ്ചാർജ് ആണ്. ക്ലിയർ ആയോ? ഇനി എന്താ? ഓർ ഓൺ ഡെത്ത്, മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ഡെഡ് ബോഡീസ് വിട്ടുകൊടുക്കുന്നത് അല്ലെ? അപ്പൊ അവിടെ നിന്ന് കൊടുക്കുന്നതും എന്താണ്? ഒരു തരത്തിൽ പറഞ്ഞാല് ഡിസ്ചാർജ് ആണ്. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റിന് ശേഷം അല്ലെ, രോഗിക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുത്ത ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫോർമൽ റിലീസ് ആണ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഔപചാരികമായിട്ടുള്ള ഒരു മോചനം, അതിനെയാണ് നമ്മൾ പറയുന്നത് ഡിസ്ചാർജ് എന്ന്. ഇനി 4 കാര്യങ്ങളാണ് ഡിസ്ചാർജ്. എങ്ങനെയൊക്കെയാണ് ഡിസ്ചാർജ് സംഭവിക്കാം? എന്തൊക്കെയാണ്? എന്താണ്? പേഷ്യന്റ് ലീവ്സ് ദ ഹോസ്പിറ്റൽ ഓൺ ദി കംപ്ലീഷൻ ഓഫ് ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഏറ്റവും ബെറ്റർ ആയിട്ട് മാറി, അല്ലെങ്കിൽ നല്ല രീതിയിൽ കണ്ടീഷൻ ബെറ്റർ ആയി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വിടുന്നുണ്ട്. അതുപോലെ തന്നെ സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എന്താണ്? രോഗി നിർബന്ധപൂർവ്വം, രോഗിയോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോ നിർബന്ധപൂർവ്വം ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട് പോകുന്നത്. അപ്പൊ സാമ എന്ന് പറഞ്ഞാലും ലാമ എന്ന് പറഞ്ഞാലും ഡാമ എന്ന് പറഞ്ഞാലും സെയിം കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ, സെയിം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ ഹോസ്പിറ്റലിൽ, നമ്മളെ കൊണ്ടുവന്ന ഹോസ്പിറ്റലില് ഈ രോഗിയെ നോക്കാനായിട്ട് അല്ലെങ്കിൽ രോഗിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റില്ല, അത്തരത്തിലുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യുന്നു. അത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഡിസ്ചാർജ് ആണ്. ഇനി എന്താ പറഞ്ഞത്? ഡെത്ത്, മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി വിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെ, റിലേറ്റീവ്സിന് വിട്ട് കൊടുക്കുന്നുണ്ട്, അതും എന്താണ്? ഡിസ്ചാർജ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ ഇൻട്രൊഡക്ഷൻ? നെക്സ്റ്റ് നോക്കാം, ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. റുട്ടീൻ ഡിസ്ചാർജ് ടൈപ്സ് ആണ് പറയുന്നത്. റുട്ടീൻ ഡിസ്ചാർജ് ഉണ്ട്, AMA ഡിസ്ചാർജ് ഉണ്ട്, ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഡിസ്ചാർജ് ടു ഹോസ്പൈസ് പാലിയേറ്റീവ് കെയർ. അപ്പൊ 4 തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സിൽ വരുന്നത്. ഓർത്ത് വെക്കാം. റുട്ടീൻ ഡിസ്ചാർജ് ഉണ്ട്, AMA ഡിസ്ചാർജ് ഉണ്ട്, അതുപോലെ ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ. ഫസ്റ്റ് നോക്കാം, routine discharge, a planned discharge on the advised doctors. A routine discharge is referred to as the process of a patient being discharged from a hospital or health care facility after getting medical treatment for care. സാധാരണ ഡിസ്ചാർജ് ആണ് അല്ലെ. ഈ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് ഒരു രോഗി വന്നു, ഹെൽത്ത് കണ്ടീഷൻ മോശമായിരുന്നു, ഡോക്ടർ പറയുന്നു എന്ത്? കിടത്തി ചികിത്സിക്കേണ്ടതുണ്ട്, ഒരാഴ്ച അഡ്മിറ്റ് ആവണം. അപ്പൊ എന്ത് ചെയ്യുന്നത്? നമ്മൾ അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റുകൾ നടത്തി
അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ ബെറ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഡോക്ടേഴ്സ് എന്ത് പറയും, നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോളൂ, ഇപ്പൊ കുഴപ്പമില്ല, ഈ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറയുന്നു അല്ലെ. അപ്പൊ എന്താണ് സാധാരണ നമുക്ക് രോഗികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്ന ഡിസ്ചാർജിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, മെഡിക്കൽ ട്രീറ്റ്മെന്റിന് ശേഷം നമ്മളെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ബെറ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. The health care team will then provide the patient with the information about their condition, medication, follow-up care, and any lifestyle changes necessary for them. എന്താണ് നമ്മളെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോ അല്ലെ, അവരുടെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കും അല്ലെ, നിങ്ങളുടെ കണ്ടീഷൻ എങ്ങനെയാണ്, ഇനി അതുപോലെ തന്നെ എന്തൊക്കെ മെഡിസിനുകൾ കഴിക്കണം, ഓക്കെ, ഫോളോ അപ്പ് കെയറുകൾ അല്ലെ, ഡോക്ടറെ വന്ന് കാണേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നെസസറി ഫോർ ദം, ഇനി എന്താണ് നമ്മൾ എങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത്, ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളും കഴിക്കേണ്ടാത്ത ഭക്ഷണങ്ങൾ ഉണ്ടാവും അല്ലെ, കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ. അപ്പൊ അതൊക്കെ ഇങ്ങനെയുള്ള ഡയറ്റ് പ്ലാനുകളാണ് നമ്മൾ ഇനി കീപ്പ് ചെയ്ത് പോകേണ്ടത്. അപ്പൊ എന്താണ് നമുക്ക് നല്ല രീതിയിൽ ഹെൽത്ത് കണ്ടീഷൻ ബെറ്റർ ആയി നല്ല രീതിയിൽ എന്താ നമ്മുടെ രോഗങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. നമ്മുടെ കണ്ടീഷൻ എങ്ങനെയാണ്, ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, അതുപോലെ എങ്ങനെയുള്ള മരുന്നുകൾ ഇത്തരത്തിൽ ഇപ്പൊ കാലത്ത് ഇത്ര എണ്ണം കഴിക്കണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഡോസിൽ കഴിക്കണം. ഇപ്പൊ സിറപ്പുകൾ ഉണ്ടാവും, ഗുളികകൾ ഉണ്ടാവും. അപ്പൊ സിറപ്പുകൾ ഇപ്പൊ 5 ml 1 gram, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവര് നഴ്സുമാര് നമുക്ക് പറഞ്ഞു തരാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഫോളോ അപ്പ് കെയർ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഡയറ്റ് പ്ലാനുകൾ എങ്ങനെയാണ്, എങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് ഡിസ്ചാർജ് ചെയ്ത് വിടുന്നത്. അതാണ് റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല്. ഓക്കെ, ക്ലിയർ ആണോ? സാധാരണയായിട്ട് നമ്മൾ കൊടുക്കുന്ന ഡിസ്ചാർജ് ആണ് റുട്ടീൻ ഡിസ്ചാർജ്. ഇനി നെക്സ്റ്റ് ആണ് AMA ഡിസ്ചാർജ്. AMAയുടെ ഫുൾ ഫോം ഉണ്ട്, കൃത്യമായിട്ട് പഠിച്ചിരിക്കാം. AMA ഡിസ്ചാർജ് ഇൻഡിക്കേറ്റ്സ് against medical advice discharge. അണ്ടർലൈൻ ചെയ്തേ, AMAയുടെ ഫുൾ ഫോം എന്താ? against medical advice discharge, which occurs when a patient takes decision to leave a hospital or healthcare facility before their treatment is complete against the advice of their healthcare providers. AMA discharge may occur for a variety of reasons. ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ് against medical advice discharge. നമ്മൾ പറഞ്ഞല്ലേ AMA discharge എന്ന് പറഞ്ഞാല് ഒരു രോഗി നിർബന്ധപൂർവം എന്താണ് ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്നതാണ്. ഓക്കെ, നമ്മൾ പഠിച്ചു ലാമ, ടാമ, സാമ കേസുകൾ ഇല്ലേ, അതിന്റെ കൺസെപ്റ്റ് പോലെ തന്നെയാണ് AMA ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് ഡോക്ടറുടെ കയ്യിൽ നിന്ന്, ഡോക്ടർ ശരിക്കും പറഞ്ഞാലും ഡിസ്ചാർജ് കൊടുക്കുന്നില്ല, ഡോക്ടറുടെ കയ്യിൽ നിന്ന് നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി പോകുന്ന പേഷ്യൻസ്, അതിനെയാണ് എന്ത് AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ റീസൺസ് കൊണ്ടാവാം അവരങ്ങനെ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി പോകുന്നത് എന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. AMA discharge may occurs for the variety of reasons, including a desire to leave the hospital early. First reason എന്താണ്? Desire to leave a hospital early. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവും. ഈ മുതിർന്ന പ്രായമായവരുണ്ടാവുമല്ലോ, പ്രായമായവര് അവർക്ക് എന്താണ് ഹോസ്പിറ്റൽ, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അല്ലെ, അവര് പ്രായമാകുമ്പോൾ എന്താണ് പല രോഗങ്ങളും വരാം. അപ്പൊ എന്താണ് എപ്പോഴും അവര് ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടക്കും, പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരും, പിന്നെ 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു ഇതിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ പോകുമ്പോ അവർക്ക് എന്താണ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുമ്പോ അവര് ചില അമ്മമാരൊക്കെ പറയാറുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ വിട്ട് പോയാൽ മതി, വീട്ടിലേക്ക് പോയാൽ മതി, പറയാറുണ്ടോ? അങ്ങനെ പറയാറുണ്ട് അല്ലെ.
അങ്ങനെയുള്ള ആളുകൾ അവർക്ക് എന്താണ് ഇങ്ങനെ അടച്ചു പൂട്ടി ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കാനായിട്ടൊന്നും ഇഷ്ടപ്പെടാത്തവരായിരിക്കും. പ്രായമായത് കൊണ്ടാണ്. അവർക്ക് എന്താണ് നാലാളെ കണ്ട് വർത്താനം പറയാ, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വർത്താനൊക്കെ പറയുമ്പോൾ ഒരു മനസ്സിന് ആശ്വാസം കിട്ടുന്ന ഒരു ഫീലിംഗ് അവർക്ക് കിട്ടും, അല്ലെ? നമ്മുടെ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ എന്താണ് റൂമിൽ അടച്ചു പൂട്ടിയിരിക്കാം, വേറെ ഒരാളായിട്ട് സംസാരിക്കുക, അല്ലെ? കുറെ നാളിങ്ങനെ കിടപ്പൊക്കെ കിടക്കുമ്പോ ആർക്കായാലും ബോറടിക്കും, നമുക്കായാലും ബോറടിക്കാറുണ്ട്, അല്ലെ? അപ്പൊ അവര് എന്താണ് ഇങ്ങനെ എന്താണ് എനിക്ക് പോണം, വീട്ടിലേക്ക് പോണം എന്ന് പറഞ്ഞ് നിർബന്ധപൂർവം അങ്ങനെ ഡിസ്ചാർജ് വാങ്ങി പോണവരുണ്ട്. മനസ്സിലായോ? ഓക്കെ. അതുപോലെ തന്നെ എന്താണ് ഡിസ്എഗ്രിമെന്റ് വിത്ത് റെക്കമെൻഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. ഇനി ചില ആളുകൾ പറയാറുണ്ട് എന്താണ് ഈ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ എനിക്ക് എന്റെ കണ്ടീഷൻ ഞാൻ എങ്ങനെയാണോ വീട്ടിൽ നിന്ന് വന്നത് ആ കണ്ടീഷൻ തന്നെയാണ് ഇപ്പോഴും, ഒന്നും മാറ്റം സംഭവിക്കുന്നില്ല എനിക്ക്, അല്ലെ? എനിക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ടോ അതിനൊന്നും ഒരു മാറ്റം സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവര് നിർബന്ധപൂർവം ഡിസ്ചാർജ് വാങ്ങി പോകുന്നു. ഓക്കെ. രോഗികള്, അല്ലെ? വീട്ടിൽ നിന്ന് വന്ന രോഗികള് വീട്ടിൽ നിന്ന് വരുമ്പോ ഇത്തരത്തിലുള്ള അസുഖങ്ങളാണോ അവർക്ക് ഉണ്ടാകുന്നത്, ആ അസുഖങ്ങൾക്കൊന്നും ഒരു ചേഞ്ചസും വരുന്നില്ല, പിന്നെ എന്തിനാണ് ഞാനിവിടെ ട്രീറ്റ്മെന്റ് ചെയ്ത് കിടക്കുന്നത്, അങ്ങനെയുള്ള രോഗികളും ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, നിർബന്ധപൂർവ്വം വീട്ടിലേക്ക് ഡിസ്ചാർജ് വാങ്ങി പോകുന്നത്. അങ്ങനെ അതാണ് ഡിസ്എഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഓർ ഡിഫക്റ്റ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് കെയർ. അത് മനസ്സിലായില്ലേ? എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ഗുണനിലവാരമുള്ള കെയർ അല്ല, എന്തെങ്കിലും അവർ കൊടുക്കുന്ന കെയറില് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗി ചിലപ്പോൾ മരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാം, വേറെ അസുഖങ്ങൾ വരാം, അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അത്ര കാര്യമില്ല, അല്ലെങ്കിൽ എന്താണ് ആളെ കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഫാമിലീസ് നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി കൊണ്ടുപോകാം. അപ്പൊ അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള റീസൺസ് ആണ് പറയുന്നത്. 3 റീസൺസ് എന്താണ്? ഡിസൈഡ് ടു ലീവ് the hospital early, disagreement with the recommended treatment plan, defects with the quality of care. Okay. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് AMA ഡിസ്ചാർജിൽ വരുന്നത്. ഇനി നമ്മള് AMA ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഡോക്ടറുടെ കയ്യിൽ നിന്ന് നിർബന്ധപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ചാർജ് വാങ്ങി പോകുന്നതാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോ നമ്മൾ അത് എന്ത് സൈൻ ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്? എന്താണ് സൈൻ ചെയ്യേണ്ടത്? എന്ത് സൈൻ ചെയ്യണം? ഒരു കൺസെന്റ് ഫോം അവിടെ ഫിൽ ചെയ്ത് കൊടുക്കണം, അല്ലെ? എന്താണ് കൺസെന്റ് ഫോമിൽ പറയുന്നത്? ഡോക്ടറുടെ കയ്യിൽ നിന്ന് നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി പോകുന്നു, പോണ വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് അവര് സൈൻ ചെയ്ത് എഴുതി വാങ്ങിക്കാറുണ്ട്, ഇല്ലേ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. AMA form contains. ഓക്കെ. എന്താണെന്ന് നോക്കാം. I am a hospital part against the medical advisor. Doctor explains to me about my disease condition and will effect the charge of medical advice. Doctors, hospital and staff will not be responsible for any ill effect that may happen after my departure. Okay. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ പേഷ്യന്റ് അവരുടെ ഇഷ്ടപ്രകാരം ഡിസ്ചാർജ് വാങ്ങി പോവുകയാണ്. അപ്പോ അവിടെ ഒരു സമ്മതപത്രം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഒരു മോഡൽ നമ്മൾ പറഞ്ഞില്ല, അതിന്റെ മോഡലാണ് കൊടുത്തിരിക്കുന്നത്. അതിലെന്താ പറയുന്നത് എന്ന് വെച്ചാല് എന്താണ് ഞാൻ വൈദ്യോപദേശത്തിനെതിരായിട്ട് ആശുപത്രി വിടുകയാണ്. എന്റെ രോഗാവസ്ഥയെ കുറിച്ചും ഡിസ്ചാർജ് മെഡിക്കൽ ഉപദേശത്തിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ചും ഡോക്ടേഴ്സ് എന്നോട് വിശദീകരിച്ചു, അല്ലെ? ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കും, ഇന്ന കണ്ടീഷനാണ്, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് രോഗി ചിലപ്പോൾ മരിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഡിസ്ചാർജ് എടുക്കരുത്, അല്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലത്തിലേക്ക് അത് നയിക്കുന്നുണ്ട്, ഡിസ്ചാർജ് തരാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറയുമ്പോ പറ്റില്ല, ഞങ്ങൾക്ക് അത് തന്നെ വേണം, ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോക്ടർ പറയും എന്നാ ഓക്കെ കൺസെന്റ് ഫോം ഫിൽ ചെയ്തിട്ട് സൈൻ ചെയ്തിട്ട് പോകൂ എന്ന് പറയാറുണ്ട്.
ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കണ്ടീഷനെ കുറിച്ചും നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ദൂഷ്യഫലങ്ങളെ കുറിച്ചൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു തരും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫിൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പോകുന്നു. ഓക്കെ, ഇനി അതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം? നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. നെയിം ഓഫ് പേഷ്യന്റ് ഓർ റിലേറ്റീവ്, പേഷ്യന്റിന്റെ നെയിം അല്ലെങ്കിൽ റിലേറ്റീവിന്റെ നെയിം നമ്മൾ ഫിൽ ചെയ്യാം. റിലേഷൻ എന്താണ്? ഇപ്പൊ മകനാണെങ്കിൽ അവിടെ എന്താണ് സൺ അല്ലെ, അങ്ങനെ കൊടുക്കാം. റിലേഷൻ എന്താണെന്നുള്ളത്. ഇനി സിഗ്നേച്ചർ കൊടുക്കാം, ഡേറ്റ്, ടൈം, ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ ഫിൽ ചെയ്തിട്ട് സൈൻ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കൂ. AME ഡിസ്ചാർജ്, അതുപോലെ തന്നെ റുട്ടീൻ ഡിസ്ചാർജ്, ഇൻട്രൊഡക്ഷൻ വായിച്ചു നോക്കി. അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ പിന്നെ പെട്ടെന്ന് വായിച്ചതിന്റെ കൺസെപ്റ്റ് എടുത്താൽ മതി, മനസ്സിലാക്കി എടുത്താൽ മതി കേട്ടോ. ടൈപ്സ് പഠിക്കണം കേട്ടോ, ഇത്തരത്തിലുള്ള ഡിസ്ചാർജുകളാണ് ഉള്ളത്. റുട്ടീൻ ഡിസ്ചാർജ് അറിയാം, അതുപോലെ തന്നെ AME ഡിസ്ചാർജിന്റെ ഫുൾ ഫോം കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് കൺസെന്റ് ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. നെയിം ഓഫ് ദി പേഷ്യന്റ്, റിലേഷൻ, സിഗ്നേച്ചർ, ഡേറ്റ്, ടൈം. വായിച്ചു നോക്കിയേ. കഴിഞ്ഞില്ലേ? ക്ലിയർ ആയോ രണ്ട് കാര്യങ്ങളും? ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. തേർഡ് ടൈപ്പ് ആണ് ഇത്, ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. നമ്മൾ പറഞ്ഞല്ലേ, നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഫെസിലിറ്റീസിന്റെ കുറവോ ചികിത്സയ്ക്ക് എന്തെങ്കിലും സൗകര്യങ്ങളുടെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടേഴ്സ് നമ്മൾക്ക് പ്രിഫർ ചെയ്ത് തരുന്നു അല്ലെ, ഇന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുള്ളൂ എന്ന് നമുക്ക് പ്രിഫർ ചെയ്ത് തരാറുണ്ട്. അതാണ് ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് പറയുന്നത്. നോക്കാം. Either as a referral or as by patient request, transfer to another health care facility, refer to the process to moving a patient from one hospital or healthcare facility to another, usually for the purpose of getting specialized medical care and or service that are not available at the present facility. നമ്മൾ പറഞ്ഞത് തന്നെയാണ് എന്ത്, നമ്മൾ കൊണ്ടുവന്ന ഹോസ്പിറ്റലില് നമ്മളെ രോഗിയെ നോക്കാനായിട്ട് നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? അനദർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നുണ്ട്. The transfer may be arranged by the healthcare provider or hospital where the patient is presently receiving care
or it may be requested by the patient or their family due to valid reasons. ഇനി എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താണ് മറ്റു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നത് എന്നുള്ളത് ഈ എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റലുകാര് പേഷ്യൻസിന്റെ ഫാമിലിയോട് പറഞ്ഞു അല്ലെ, എന്താണ് വാലിഡ് റീസൺ എന്നുള്ളത്. ഓക്കെ, ചിലപ്പോ ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ, നല്ല രീതിയിലുള്ള ഡോക്ടേഴ്സ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോ, ഇവിടെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ നമ്മളോട് പറയാറുണ്ട്. അപ്പൊ വാലിഡ് റീസൺസ് പറഞ്ഞു തരാറുണ്ട്. The physician's referral form is used to refer patient to a specialist for medical treatment while transferring to another hospital. അപ്പൊ another hospital നമ്മൾ റെഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻ ഉണ്ടാവുമല്ലോ, ആ ഫിസിഷ്യൻ ഒരു റെഫറൽ ഫോം കൊടുക്കും. അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ആ റെഫറൽ ഫോമുമായിട്ട് വേണം നമ്മൾ രോഗിയെ കൊണ്ടുപോകാനായിട്ട്. എന്നിട്ട് ആ ഹോസ്പിറ്റൽ മറ്റു ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞാല് റെഫറൽ ഫോം അവിടെയുള്ള സ്പെഷ്യലിസ്റ്റിന് നമ്മള് കൈമാറേണ്ടതുണ്ട്. ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം റെഫറൽ ഫോമിൽ നമ്മള് ഫിസിഷ്യൻ എഴുതുന്നത്? ഓക്കെ, എന്താണ് രോഗിയുടെ പേര്, അതവിടെ കൊടുത്തിട്ടില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് എക്സ്ട്രാ പറഞ്ഞതാണ്. രോഗിയുടെ പേരുണ്ടാവും, അതുപോലെ തന്നെ രോഗിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്, എന്തൊക്കെ മെഡിക്കേഷൻസ് ആണ്, മെഡിസിനുകളാണ് ഈ രോഗിക്ക് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിന്റെ വിവരങ്ങൾ, ഇതൊക്കെ എന്തിലുണ്ടാവും, റെഫറൽ ഫോമില് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടാണ് ആ ഫിസിഷ്യൻ നമുക്കത് തരുന്നത്. എന്നിട്ട് മറ്റു ഹോസ്പിറ്റലിലേക്ക് രോഗിയെ എത്തിക്കുമ്പോൾ അവിടുത്തെ സ്പെഷ്യലിസ്റ്റിന് നമ്മള് കൈമാറും. ഓക്കെ, ക്ലിയർ ആണോ? ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് എന്ത്, ഡിസ്ചാർജ് ടു ഹോസ്പിസ് ഓർ പാലിയേറ്റീവ് കെയർ. നമ്മള് കേട്ടിട്ടുണ്ട് അല്ലെ, പാലിയേറ്റീവ് കെയർ. നോക്കാം. Discharge to hospice and palliative care means the process of transferring a patient from hospital or healthcare facility to a specialized program or facility that provides end of life care for patients with a serious or terminal illnesses. ഇവിടെ പറയുന്നത് ഗുരുതരമായതോ അല്ലെങ്കിൽ മാരകമായിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസിനെ അവരുടെ ജീവിത അവസാനം വരെ സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് നമ്മൾ പറയുന്നത് പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ ഹോസ്പിസ് എന്ന്. ഓക്കെ, മാരകമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളൊക്കെ ആണെങ്കിൽ, ആരുമില്ലാത്തവരുണ്ടാവുമല്ലോ, കിടപ്പായിട്ടുള്ള രോഗികൾ ഉണ്ടാവും, അതുപോലെ തന്നെ അനാഥര്, അവരെ നോക്കാനൊന്നും ആരും ഉണ്ടാവില്ലല്ലേ, അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ജീവിത അവസാനം വരെ നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള് ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതാണ് ഡിസ്ചാർജ് ടു ഹോസ്പിസ് ഓർ പാലിയേറ്റീവ് കെയർ. ഈ ഹോസ്പിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഭയ കേന്ദ്രം. ഓക്കെ, അവിടേക്ക് രോഗികളെ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അവിടെയുള്ള സ്റ്റാഫുകൾ എന്ത് ചെയ്യും, അവർക്ക് വേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്തു കൊടുക്കും ജീവിത അവസാനം വരെ. ഓക്കെ, ക്ലിയർ ആണോ? 4 കാര്യങ്ങളും 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, അതുപോലെ തന്നെ ഡിസ്ചാർജ് ടു ഹോസ്പിസ്, അഭയ കേന്ദ്രത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത് അല്ലെ, ഓർ പാലിയേറ്റീവ് കെയർ. വായിച്ചു നോക്കി, 2 കാര്യങ്ങളൊന്നും വായിച്ചു നോക്കി.
ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നമുക്ക് ക്ലിയർ അല്ലേ 4 കാര്യങ്ങളും? നോക്കാം. Things you can implement right away to remove the obstacles. Obstacles എന്ന് പറഞ്ഞാൽ എന്താണ്? Obstacles എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ അല്ലെ? ഓക്കെ, ഇൻ യുവർ ഡിസ്ചാർജ് പ്രോസസ്, നമ്മുടെ ഡിസ്ചാർജ് പ്രോസസ്സിൽ ഉണ്ടാവുന്ന തടസ്സങ്ങള് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആൻഡ് എന്താണ് ഇംപ്രൂവ് റവന്യൂസ്, വരുമാനം കൂട്ടുന്നതിന് വേണ്ടിയിട്ടും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ, നമ്മൾ പറയാറുണ്ട് അല്ലെ, ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുമ്പോഴും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി എൻഷുർ ചെയ്യേണ്ട, ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഡിസ്ചാർജ് പ്രോസസ്സിനും ആ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും നമ്മൾ എന്തൊക്കെയാണ് ആ അഡ്മിനിസ്ട്രേഷൻകാർ ഉറപ്പുവരുത്തേണ്ടത്, എന്തൊക്കെയാണെന്ന് നോക്കിയേ. എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം അല്ലെ, നല്ല രീതിയിലുള്ള ബില്ലിംഗ് സിസ്റ്റം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു രോഗി നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ഓപ്പൺ ചെയ്യണം? മെഡിക്കൽ റെക്കോർഡുകൾ ഓപ്പൺ ചെയ്യാം, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താം. ഇലക്ട്രോണിക് ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് ചാർട്ട് എന്ന് പറഞ്ഞാല് ഇലക്ട്രോണിക്കലി എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തണം അല്ലെ, പേഷ്യൻസിന്റെ വിവരങ്ങള്, മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യണം. പിന്നെ എന്താ പറയുന്നത്? ഡിസ്ചാർജ് പ്ലാനിങ് ആൻഡ് ഡ്യൂറിങ് അഡ്മിഷൻ അല്ലെ, രോഗിക്ക് അഡ്മിഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഡിസ്ചാർജ് പ്ലാൻ നമ്മള് എന്താണ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ആ രോഗി അഡ്മിറ്റ് ആയി കഴിഞ്ഞ ആ സമയത്ത് ആ ദിവസം മുതല് ആ ദിവസം എന്ത് ചെയ്യണം? ഡിസ്ചാർജ് പ്ലാൻ എടുക്കേണ്ടതാണ്. നമുക്കറിയാം ഒരു രോഗി എന്ത് രോഗമായിട്ടാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്, അപ്പൊ എത്ര ദിവസം കിടക്കേണ്ടതായിട്ട് വരും എന്നുള്ളതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാം. ഇനി എന്താ പറയുന്നത്? ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ അല്ലെ, രോഗിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ നല്ല രീതിയിൽ കെയർ കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാവരും അല്ലെ, ഇപ്പൊ ഡോക്ടർ സ്റ്റാഫുകൾ ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റാഫുകൾ എന്താണ് അവര് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കോർഡിനേറ്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് നോക്കണം. എന്നിരുന്നാലേ രോഗികൾക്ക് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. എല്ലാവരെയും കൂടി ഏകോപിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ബെറ്റർ ബെഡ് മാനേജ്മെന്റ് അറിയാലോ, നല്ല രീതിയിലുള്ള ബെറ്റർ ആയിട്ടുള്ള ബെഡ് മാനേജ്മെന്റ് ഉറപ്പുവരുത്താം. എൻഷുർ ഡിസ്ചാർജ് മെഡിക്കേഷൻ റീച്ച് ദ ASAP. എന്താണ് ASAP എന്ന് പറഞ്ഞാല്? ഇതായിരിക്കാം ഫുൾ ഫോം. ASAP, വെരി ഗുഡ്. As soon as possible. As soon as possible. അറിയാത്തവരെ എഴുതി വെക്കാം കേട്ടോ. As soon as possible. അപ്പൊ എന്താണ്? ഡിസ്ചാർജിന്റെ സമയത്ത് നമ്മളെ വീട്ടിലേക്കൊക്കെ മെഡിസിനുകൾ കൊടുത്തുവിടും ഇല്ലേ, എന്താണ് ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്തുവിടും. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് എത്രയും പെട്ടെന്ന് നമ്മൾ വാർഡിലേക്ക് അത് എത്തിച്ചു കൊടുക്കാം. ഡിസ്ചാർജിന്റെ സമയത്ത് അവരെല്ലാവരും പാക്കൊക്കെ ചെയ്ത് കറക്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് രോഗിക്ക് ആ ട്രീറ്റ്മെന്റിന് വേണ്ടതായിട്ടുള്ള ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടതായിട്ടുള്ള മെഡിസിനുകൾ വീട്ടിലേക്ക് കൊടുത്തു വിടാനായിട്ടുള്ള മെഡിസിനുകൾ വാർഡിലേക്ക് രോഗി എവിടെയാണുള്ളത് അവിടേക്ക് എത്തിച്ചു കൊടുക്കാം. ഇത്തരം കാര്യങ്ങളാണ് എന്തായാലും അഡ്മിനിസ്ട്രേഷൻകാർ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. Efficient billing system, electronic chart and medical records, discharge plan during admission, improve care coordination, better bed management, ensure discharge medication reaches the ward ASAP as soon as possible. ഓക്കെ, ഇനി നോക്കാം പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ്.
എന്താണ് ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട പോളിസി എന്താണ്, പ്രൊസീജിയേഴ്സ് എന്താണ്, പർപ്പസ് എന്താണ് എന്നുള്ളതാണ് അവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, എന്താണ് ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട പർപ്പസ്, ഡിസ്ചാർജിന്റെ ഉദ്ദേശം എന്താണ്. സിക്സ്ത് പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മള് ഡിസ്ചാർജിന്റെ സമയത്ത് നമ്മൾ വീട്ടിലേക്ക് മെഡിസിൻസുകൾ കൊടുത്തുവിടില്ലേ, ആ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് രോഗിക്ക് രോഗി എവിടെയാണ്, വാർഡിലാണെങ്കിൽ ആ വാർഡിൽ കൊണ്ടുപോയിട്ട് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാം. ഡിസ്ചാർജിന്റെ സമയത്ത് വീട്ടിലേക്ക് മെഡിസിനുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് രോഗിക്ക് വാർഡിലേക്ക് മരുന്നുകൾ എത്തിച്ചു കൊടുക്കാം. ആസ് സൂൺ ആസ് പോസിബിൾ, എത്രയും പെട്ടെന്ന്. ഓക്കെ, ക്ലിയർ ആയോ സിക്സ്ത് പോയിന്റ്? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ്. നോക്കി, പർപ്പസ് എന്താണെന്നുള്ളത് കേട്ടോ. ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ദി ഡിസ്ചാർജ് ഓഫ് ഇൻപേഷ്യന്റ് ഫ്രം ഹോസ്പിറ്റൽ. നമുക്കറിയാം അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് നമ്മൾ ഡിസ്ചാർജ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ആ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഗൈഡ് ലൈൻസും പ്രൊവൈഡ് ചെയ്യാം എന്നതാണ് ഈ ഡിസ്ചാർജിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി പോളിസീസ്, ഇതൊക്കെ കാര്യങ്ങളാണ് പോളിസിയിൽ വരുന്നത് നോക്കാം. ഡിസ്ചാർജ് പ്രൊസീജിയർ shall be followed to make sure that the patient are discharged effectively and efficiently, allowing the most favorable resources. എന്താണ് ഫസ്റ്റ് പോളിസിയിൽ പറയുന്നത്? ഡിസ്ചാർജ് പ്രൊസീജിയർ shall be followed to make sure that patients are discharged effectively and efficiently, allowing the most favorable resources. ഹോസ്പിറ്റലിന്റെ റിസോഴ്സസുകൾ അല്ലെ, നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ റിസോഴ്സസുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകളാവാം, മെറ്റീരിയൽസ് ആവാം, എക്യുപ്മെന്റ്സ് ആവാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും റിസോഴ്സസുകളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിനെ ഡിസ്ചാർജ് ആക്കി കഴിയുമ്പോൾ അത് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. എല്ലാ റിസോഴ്സസുകളും ഉപയോഗിച്ചുകൊണ്ട് ആ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് തയ്യാറാവണം. അതാണ് ഫസ്റ്റ് പോളിസിയിൽ പറയുന്നത്. എന്താ പറയുന്നത്? എല്ലാ റിസോഴ്സസുകളും ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസ് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് റിസോഴ്സസുകൾ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി, കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും രോഗികൾക്ക് ചെയ്തു കൊടുക്കുക. ഇനി രണ്ടാമത് നോക്കിയേ, ആൻഡ് authorized hospital discharge shall only be made by an order from the primary consultant. പ്രൈമറി കൺസൾട്ടന്റ് എന്ന് എനിക്ക് ഉദ്ദേശിക്കുന്നത് ആരെ ആയിരിക്കാം? ഫിസിഷ്യൻ ആയിരിക്കാം അല്ലെ. ഫിസിഷ്യനെയാണ് നമ്മൾ പ്രൈമറി കൺസൾട്ടന്റ് എന്ന് ഇവിടെ പറയുന്നത്. ഇത് എന്താ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്? രണ്ടാമത്തെ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ്? ആൻഡ് ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ്, ഹോസ്പിറ്റല് അംഗീകരിച്ചിട്ടുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ, അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഡോക്ടർ ഒരാഴ്ച കിടക്കേണ്ടതായിട്ട് വരും എന്ന് പറയുമ്പോൾ നമ്മൾ അംഗീകരിച്ചു അല്ലെ, ഒരാഴ്ച കിടക്കാം, എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് ഡിസ്ചാർജ് വാങ്ങി പോവാം അല്ലെ. അപ്പൊ ആ ഹോസ്പിറ്റല് അംഗീകരിച്ചിട്ടുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ ഫിസിഷ്യൻ ഓർഡർ കൊടുക്കും. എന്ത് ഓർഡർ കൊടുക്കും? ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇയാളെ ഡിസ്ചാർജ് ആക്കാം, അല്ലെങ്കിൽ 2 ആഴ്ച കിടക്കേണ്ടതായിട്ടുണ്ട്. ഇനി 2 ആഴ്ച കഴിയുമ്പോൾ ഫിസിഷ്യൻ പറയും ബെറ്റർ കണ്ടീഷൻ, ബെറ്റർ ആയി നമ്മള് ഡിസ്ചാർജ് ആക്കാം എന്ന് പറയുമ്പോൾ ഫിസിഷ്യൻ അത് ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ പറയുന്നത്. ഹോസ്പിറ്റലുകാര് അംഗീകരിച്ച ഡിസ്ചാർജ് ആണെങ്കിൽ ഫിസിഷ്യന്റെ ഓർഡർ പ്രകാരമായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത്. പ്രൈമറി കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാല് ഫിസിഷ്യൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി however a patient may discharge himself or herself against medical advice അല്ലെ, AMA അല്ലെ. എന്താണ് നമ്മള് AMAയിൽ പഠിച്ചത്? എന്താണ്? പേഷ്യൻസ് നിർബന്ധപൂർവം ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോവുകയാണെങ്കിൽ അവർക്ക് എന്ത് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം? അവിടെ ഒരു കൺസെന്റ് ഫോം ഫിൽ ചെയ്ത് കൊടുക്കണം.
ഡോക്ടർ നമ്മളോട് പറയും അല്ലെ, പോകുമ്പോ ഇങ്ങനെയൊക്കെയാണ് കണ്ടീഷൻ, ചിലപ്പോ രോഗി മരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദൂഷ്യഫലങ്ങൾ വരാം, കണ്ടീഷൻ മോശമാവാം, പോകുന്ന വഴിക്ക് എന്തെങ്കിലും രോഗിക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നുള്ള കൺസെന്റ് ഫോം ഫില്ല് ചെയ്തുകൊണ്ടാണ് രോഗിയെ ഡിസ്ചാർജ് കൊടുത്ത് വിടുന്നത്. അങ്ങനെയുള്ള കേസുകളും സംഭവിക്കാം. അപ്പൊ 2 കേസുകളുടെ കാര്യമാണ് പറയുന്നത്. ഹോസ്പിറ്റൽ അംഗീകരിച്ച ഒരു ഡിസ്ചാർജ് ആണെങ്കിൽ ഫിസിഷ്യന്റെ ഓർഡർ പ്രകാരമായിരിക്കും ഡിസ്ചാർജ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആമ അല്ലെ, AMA അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേസുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസ് നിർബന്ധപൂർവമാണ് ഡിസ്ചാർജ് വാങ്ങി പോകുന്നത്. നമ്മൾ അവിടെ കൺസെന്റ് ഫോം ഫില്ല് ചെയ്യിപ്പിച്ച് സൈൻ ചെയ്ത് വെക്കും. ഇനി എന്താ, the consultant or his designee shall document discharge instructions in the patient's medical records at the time of anticipated discharge. ഈ ഡിസ്ചാർജ് ആയിട്ട് നമ്മൾ പോകുമ്പോ ഡിസ്ചാർജ് സമ്മറി എഴുതേണ്ടതുണ്ട് അല്ലെ, എഴുതി കൊടുക്കും നമ്മൾ. ഇല്ലേ, നമ്മൾ ഡിസ്ചാർജ് സമ്മറി വാങ്ങിക്കാറില്ലേ, ഓർക്കുന്നുണ്ടോ? അഡ്മിറ്റ് ആയിട്ട് നമ്മള് വീട്ടിലേക്ക് നമ്മൾ ഡിസ്ചാർജ് ആയി പോകുമ്പോ ഹോസ്പിറ്റലുകാർ എന്ത് തരാറുണ്ട്, നമുക്ക് ഡിസ്ചാർജ് സമ്മറി തരാറുണ്ട്. ഓക്കെ, അപ്പോ ഡിസ്ചാർജ് സമ്മറി എഴുതുന്നത് ആരായിരിക്കും? ഒന്നുകിൽ ഡോക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കാം എഴുതുന്നത്. അപ്പോ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്? മെഡിസിൻ, നമ്മൾ കഴിക്കുന്ന മെഡിസിന്റെ വിവരങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, നമുക്ക് എന്തെങ്കിലും ഡയറ്റ് പ്ലാൻ കീപ്പ് ചെയ്യണോ, എക്സസൈസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അവർ കൂട്ടിച്ചേർത്തിട്ടാണ് ഡിസ്ചാർജ് സമ്മറി ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, ഈ തിമിര ശസ്ത്രക്രിയക്ക് നമ്മള് കാലത്ത് അഡ്മിറ്റ് ആയി, ഉച്ചയ്ക്ക് നമ്മൾ സർജറി കഴിഞ്ഞു, വൈകുന്നേരം നമുക്ക് ഡിസ്ചാർജ് ആയിട്ട് വരാം ഇല്ലേ. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിസ്ചാർജ് സമ്മറി തരും അല്ലെ, സൈൻ ചെയ്യിപ്പിച്ചിട്ട് തരും. അപ്പൊ അതില് നമ്മൾ കുറെ വിവരങ്ങൾ ഉണ്ടാവും. അതിന്റെ ബാക്ക് സൈഡിൽ എന്താണ്, ഇന്ന നേരം അല്ലെങ്കിൽ എന്താണ് നമുക്കറിയാം, തുള്ളിമരുന്ന് കുറെ ഒഴിക്കണം അല്ലെ. ഇന്ന കാലത്ത് ഈ തുള്ളിമരുന്നായിരിക്കും, ഉച്ചയ്ക്ക് വേറെ തുള്ളിമരുന്നായിരിക്കും, രാത്രി വേറെ ആയിരിക്കും. തിമിരത്തിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പന്മാരോ അമ്മമാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ഡിസ്ചാർജ് സമ്മറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ. ഓക്കെ, എന്റെ മദർ ഇൻ ലോൺ ഉണ്ടായിരുന്നു, അപ്പൊ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താണ്, ഡിസ്ചാർജ് സമ്മറിയുടെ ബാക്ക് സൈഡിൽ എന്താണ്, ഇന്ന തുള്ളി മരുന്ന് ഇത്ര തുള്ളി ഒഴിക്കുക, എന്താണ് ഒരു 6:15 to 6:30 അത് വയ്ക്കണം, അതിനുശേഷം ഉച്ചയ്ക്ക്, അങ്ങനെ പല തുള്ളി മരുന്നുകളാണുള്ളത്. അപ്പൊ ഒരാഴ്ച വരെ നമ്മൾ അങ്ങനെയുള്ള ആ റൂട്ടീൻ കീപ്പ് ചെയ്തു പോകണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്ചാർജ് സമ്മറിയുടെ ഒരു ഉദാഹരണം, നമുക്കറിയാം പല രോഗങ്ങൾക്കും പല ഡിസ്ചാർജ് സമ്മറി കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്താണ് അവര് ഇവിടെ പറയുന്നത്, ഒന്നില്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കാം എഴുതുന്നത്, അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ഒരു സ്റ്റാഫ് ആയിരിക്കാം എഴുതുന്നത്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, മരുന്നിന്റെ മെഡിസിൻ കൊടുക്കേണ്ടതിന്റെ കാര്യങ്ങള്, അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്, എത്ര തുള്ളി ഒഴിക്കണം, തുള്ളി മരുന്നൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, നമുക്ക് എത്ര ഡയറ്റ് പ്ലാൻ കീപ്പ് ചെയ്യണോ, ഇനി എക്സസൈസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതില് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി നാലാമത്തെ പോയിന്റ് എന്താണ്, നാലാമത്തെ പോയിന്റ് നോക്കാം. A discharge summary shall be prepared and all patients are provided with the discharge summary at the time of discharge. ഇതാണ് എല്ലാ പേഷ്യൻസിന്റെയും ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർഡ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. പ്രിപ്പയർ ചെയ്യുകയും പോകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യും, നമ്മള് അത് കൊടുത്തു വിടുന്നുണ്ട് അല്ലെ. നമുക്കറിയാം പോകുന്ന സമയത്താണ് ആ ഡിസ്ചാർജ് സമ്മറി നമുക്ക് തന്നു വിടുന്നത്. അല്ലെങ്കിൽ അവിടെ നമ്മൾ ട്രീറ്റ്മെന്റിന് കിടക്കുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ടോ, തന്നുവിടാറുണ്ടോ? ഇല്ല, തരാറില്ല അല്ലെ. അവര് നമ്മള് പോകുന്നത്, ഡിസ്ചാർജ് ആയി പോകുന്നത് എപ്പോഴാണോ ആ ടൈമിലാണ് അവരെന്ത് ചെയ്യുന്നത്, അത് പ്രിപ്പയർ ചെയ്ത് രോഗികളുടെ കയ്യിൽ അത് തന്നുവിടുന്നത്. പിന്നെന്താണ്, a ward sister shall be a responsible person
to ensure compliance with this policy like billing, duration to finish discharge process. ഇവിടെ ഒരു വാർഡ് സിസ്റ്ററിന്റെ കാര്യം പറയുന്നുണ്ട് അല്ലെ. നമ്മുടെ വാർഡിലാണ് കിടക്കുന്നതെങ്കിൽ ആ വാർഡ് സിസ്റ്റർ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, വാർഡ് സിസ്റ്റർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്തിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ്, എന്ത് ഉത്തരവാദിത്തങ്ങളാണ് അവർക്കുള്ളത്? ബില്ലിങ് അല്ലെ, ബില്ലിങ്, അതുപോലെ തന്നെ ഡ്യൂറേഷൻ ടു ഫിനിഷ് ദ ഡിസ്ചാർജ്, ഡ്യൂറേഷന്റെ കാര്യങ്ങള്, ബില്ലിങ്, ഡിസ്ചാർജ് പ്രോസസ്സിന്റെ എത്ര സമയം വരും അല്ലെ. ഇപ്പൊ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, സിസ്റ്റേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാം എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് പറഞ്ഞാൽ അപ്പൊ തന്നെ ഡിസ്ചാർജ് ആവാറുണ്ടോ? കാലത്ത് ഇപ്പോ ഡോക്ടർ പറയുകയാണ് ഇന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം, ഇന്ന് കാലത്ത് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് എപ്പോഴാ തരുന്നത്? നമ്മളെ വിടുന്നത് എപ്പോഴാ? കാലത്ത് വരില്ലല്ലേ. അവരത് ഇങ്ങനെ ചെയ്ത് വൈകുന്നേരമാകും അല്ലെ, ഈവനിങ് ആവും അല്ലെ. അതിന്റെ പ്രൊസീജിയറും എല്ലാം കഴിയുമ്പോഴേക്ക് കുറെ കാര്യങ്ങൾ എഴുതാനുണ്ടാവും, നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. പിന്നെ ബില്ലിങ്ങിന്റെ കാര്യം അല്ലെ, ഫുൾ ഡേ ആവും അല്ലെ, അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ ആവും, ചിലപ്പോ രാത്രി വരെ ആവും അല്ലെ ഡിസ്ചാർജ് തരാനായിട്ട്. അപ്പൊ ബില്ലിങ്ങിന്റെ കാര്യം ശ്രദ്ധിക്കണം അവര്. അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന ആ പ്രോസസ്സ് എത്ര സമയം വരെ എടുക്കും എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ആരാണ്? വാർഡ് സിസ്റ്റർ ആണ്. ഇനി എന്താണ്? ഡിസ്ചാർജ് സമ്മറി ഷാൽ കണ്ടെയ്ൻ ഓൾ പേഷ്യൻസ് ഡീറ്റെയിൽസ്. നമുക്കറിയാം എന്താണ് ഡിസ്ചാർജ് സമ്മറിയില് എന്തൊക്കെയാണ് പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും, മരുന്നിന്റെ കാര്യങ്ങള്, അതുപോലെ തന്നെ എങ്ങനെയാണ് മരുന്നുകൾ നമ്മൾ കഴിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസുകളും ഈ ഡിസ്ചാർജ് സമ്മറിയില് ഉണ്ടാകാനാണ്. ഓക്കെ, പിന്നെന്താ? In the case of death, the discharge summary must be include the causes of death. അതറിയാലോ, രോഗി ഇപ്പൊ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള ഡിസ്ചാർജ് തന്നെയാണ് അല്ലെ, ബോഡി വിട്ട് കൊടുക്കുന്നതും ഒരു തരത്തിലുള്ള ഡിസ്ചാർജ് തന്നെയാണ്. അപ്പൊ അവിടെ ഡിസ്ചാർജ് സമ്മറി തരാറുണ്ട്. എന്താണ് രോഗി മരിക്കാനുള്ള കാരണം, മരണകാരണം, രോഗിയുടെ മരണകാരണം എന്താണെന്നുള്ളതും ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിട്ടുണ്ടാകും. ക്ലിയർ ആണോ? ഇത്രയും വരെ 7 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, എത്രയും ഒന്ന് വായിച്ചു നോക്കിയേ. എത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ, ഇത്രയും വരെ ഒന്ന് വായിച്ചു നോക്കിയേ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. 7 പോയിന്റ് വരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആണോ? 7th പോയിന്റ് വരെയും ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. 3ാമത്തെ പോയിന്റ് ഡൗട്ട് ഉണ്ടോ? 3ാമത്തെ പോയിന്റ് എന്താണ്? ഡോക്ടറോ അല്ലെങ്കിൽ ഡോക്ടർ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടർ ഓർഡർ ചെയ്യുന്ന ആളോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് മരുന്നിന്റെ കാര്യങ്ങള്, അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പോയി ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ, എക്സസൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, 3ാമത്തെ പോയിന്റ് ക്ലിയർ ആയില്ലേ? ഇനി 4ാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? എല്ലാ പേഷ്യൻസിന്റെയും ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യണം. പോകുന്ന സമയത്താണ് വീട്ടിലേക്ക് അത് കൊടുത്തു വിടുന്നത്. ഇനി 5ാമത്തെ പോയിന്റ് പറഞ്ഞത് എന്താണ്? വാർഡ് സിസ്റ്റർ
വാർഡ് സിസ്റ്റർക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതിന്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് ബില്ലിങ്ങിന്റെ കാര്യം നോക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ എപ്പോഴാണ് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് പോവാനായിട്ട് പറ്റുന്നത്, കുറെ ടൈം എടുക്കും. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും പറയും വൈകുന്നേരം ആകൂട്ടോ എന്ന് പറയാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ പ്രോസസ്സിംഗും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഫാർമസിസ്റ്റുകൾക്കുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു.